ഹായ്. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള സിമ്പിളായിട്ടൊരു വീഡിയോ വേണം എന്നുള്ളത്. സോ അതായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മിസ് എടുത്തേക്കുന്നത്. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ മിസ് പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് നോക്കാം. കണ്ണൻ ആൻഡ് സൺസ് acquired a machine for rupees 1,80,000 on October 10th October 2012 and spent 20,000 for its installation. Okay, അപ്പം ഇത് ആലോചിക്കുമ്പം തന്നെ വേറെ ഒന്നും തിങ്ക് ചെയ്യരുത്, അപ്പോഴേ ആലോചിച്ചോണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മെഷീനറി വാങ്ങിക്കുമ്പോൾ എൻ്റെ കോസ്റ്റ് മാത്രമല്ല എൻ്റെ കൂടെ വരുന്ന ചാർജസും കൂടെ അതിൻ്റെ ആഡ് ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റ് ഓഫ് മെഷീൻ എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് എഴുതി അങ്ങോട്ട് വെക്കുക, ഒന്നും നോക്കണ്ട. എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറന്നു പോകും. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക എത്രയാണ് കോസ്റ്റ്. അപ്പം 2 lakh ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോണം, നമ്മൾ 2 lakh ആയിരിക്കും എടുക്കാൻ പോകുന്നത്, അല്ലാതെ 1,80,000 അല്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാലും നിങ്ങൾക്ക് സംഭവം കിട്ടും. 1,80,000 അല്ല നമ്മൾ എടുക്കുന്നത്, എന്താണ് 2 lakh ആണ്. അത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിലും ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ് ആണെങ്കിലും ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം, അത് നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ദ ഫോം റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ at the rate of 10% per annum on ഒറിജിനൽ കോസ്റ്റ് എവറി ഇയർ. ഓൺ ഒറിജിനൽ കോസ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുത്താൽ അപ്പോഴേ ആലോചിച്ചോണം ഏതായിരിക്കും വരുന്നത്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് ഒറിജിനൽ കോസ്റ്റ്. അല്ലെങ്കിൽ എന്താണ് 2 lakhലായിരിക്കും അത് എപ്പോഴും നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന വ്യത്യാസം വരില്ല. ഓക്കെ, അടുത്ത് നോക്കാം. ഡ്രോ മെഷീനറി അക്കൗണ്ട് ഫോർ ദി ഫസ്റ്റ് 3 years given that the book of accounts closes on 31st March every year. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ ആയിട്ട് ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആഡ് ഓൺ കോസ്റ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ഓൺ ചെയ്ത് എഴുതി വെക്കാം. ഇപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 2 lakh ആണ്. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ഇതാണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണോ അതോ ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ് ആണോ നോക്കുക. നമുക്ക് കാണുമ്പോഴും മനസ്സിലാവും ഏത് മെത്തേഡാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഡേറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഈ മെഷീനറി നമ്മൾ 2 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച മെഷീനറി നമ്മൾ എന്നാണ് വാങ്ങിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ October 2012 നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ജസ്റ്റ് എഴുതി തന്നെ വെച്ചു, നിങ്ങൾ ഒരു കൺഫ്യൂഷനും വേണ്ട, ജസ്റ്റ് എഴുതി വെക്കുക. ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ ആലോചിക്കേണ്ടത് അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ ഇവിടുത്തെ അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറഞ്ഞാൽ 31st March ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം 1st April to 31st March ആണ് നമ്മുടെ അക്കൗണ്ടിങ് പീരിയഡ്. ഇത്രയും ഇൻഫോർമേഷൻ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കിയോ വായിച്ചോ എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. കാരണം ഇതാണ് നമ്മുടെ ബേസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടായിരിക്കാം നമ്മൾ ഇനി എന്ത് ചെയ്താലും ഇതേപോലെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരില്ല. ഡേറ്റും അക്കൗണ്ടിങ് പീരിയഡും ഏത് മെത്തേഡാണെന്നുള്ളതും ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞു നമ്മൾ 10th October 2012 മെഷീനറി വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താണ് വരുന്നത്, 10th October ഡീറ്റെയിൽ എഴുതുവാണ്. ടു ക്യാഷ് എന്നും പറഞ്ഞ് നമ്മൾ 2 lakh എഴുതും. ഓക്കെ, ക്ലോസ് ചെയ്യുന്ന എപ്പോഴാണ്, 31st March 2013 ആണ്. ഓക്കെ, അത് നമ്മൾ ആ ഒരു ടൈമിൽ ഡിപ്രീസിയേഷനും കണ്ടുപിടിക്കും. ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമുക്കറിയാം 2 lakh നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 lakh ഇൻറ്റു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 10% ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ് ഏത് മാസമാണ് നമ്മൾ വാങ്ങിച്ചതെന്നുള്ളത്. നമ്മൾ ഒക്ടോബറിലാണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ ഒക്ടോബറിൽ വാങ്ങിക്കുമ്പോൾ എത്ര മാസം മാത്രമേ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ 6 മാസം മാത്രമേ നമ്മൾ ഈ മെഷീനറി ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ 6 മാസത്തെ ഡിപ്രീസിയേഷൻ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, by 6/12 കൂടെ ആഡ് ചെയ്യുക. ശ്രദ്ധിച്ചോണം, അത് ഈ ഒരു വർഷത്തെ മാത്രം, ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ മാത്രമാണ് ഇത് വരുന്നത്. ഓക്കെ, കാരണം 6 മാസം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. 6 മാസം മാത്രം ഉപയോഗിച്ചത് നമുക്ക് 1 year ഉപയോഗിച്ചെന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ, ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വരുന്നത് എന്താണ്, 10,000 ആണ്. ഓക്കെ, അപ്പം അത് ഡിപ്രീസിയേഷൻ 10,000 എന്നുള്ളതും നമ്മൾ എഴുതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. 2 lakh വീണ്ടും ബാലൻസ് ക്യാരി ഡൗൺ 19,000 വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും അത് ക്യാരി ഫോർവേഡ് ചെയ്യുവാണ്. ഓക്കെ, ബാലൻസ് ബ്രോഡ് ഡൗൺ. അപ്പോൾ
1,90,000 ആണ് വരുന്നത്. ആൻഡ് അടുത്തത് നമ്മൾ ഡിപ്രീസിയേഷൻ ചെയ്യുമ്പം നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ്, ശ്രദ്ധിച്ചോണം. ഇവിടെ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ വരുന്നത്? നമ്മൾ അവിടെ എന്താണ് ചെയ്തത്? 6 മാസം മാത്രമാണ് എടുത്തത്. ഓക്കെ, പക്ഷെ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ് ആയ 1 April 2013 to 31 March 2014 എന്ന് പറയുമ്പോൾ നമ്മൾ 1 year കംപ്ലീറ്റ് ആയിട്ട് ആ മെഷീനറി ഉപയോഗിച്ചു. ഓക്കെ, 1 year കംപ്ലീറ്റ് നമ്മൾ ആ മെഷീനറി ഉപയോഗിച്ചത് കൊണ്ട് 6 മാസം മാത്രം നമുക്ക് എടുക്കാൻ പറ്റൂ? ഇല്ല. ഈ 10,000 എന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന 6 മാസം മാത്രമാണല്ലേ. പക്ഷെ നമ്മുടെ മെത്തേഡ് ഏതാണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. ഒറിജിനൽ കോസ്റ്റിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു 2 ലാഖിൽ തന്നെ ഒറിജിനൽ കോസ്റ്റിൽ തന്നെയാണ് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. അതിന് ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 2 lakh into 10/100 മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ എന്തുമായിരിക്കും വരുന്നത്? നമുക്ക് 20,000 ആണ്. ഓക്കെ, അത് ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ഡിപ്രീസിയേഷൻ 20,000 എന്നും പറഞ്ഞ് എഴുതുന്നു. ആൻഡ് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്താണ് വരുന്നത്? നമുക്ക് 1,90,000 എന്നിട്ട് ബാലൻസ് ക്യാരി ഡൗൺ 1,70,000 വരും. ഓക്കെ, പിന്നെയും നമ്മുടെ അടുത്ത് ഇവിടെ പറഞ്ഞേക്കുന്നത് എത്ര വർഷത്തെയാണ്? 3 years കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എൻഡ് ആവും. അപ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗൺ നമ്മൾ കൊണ്ടുവരുന്നു 1,70,000. ഇനി അടുത്തത് ഇത് എൻഡ് ആവുമ്പം നമ്മൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. ആൻഡ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ ആലോചിക്കണം എന്താണ് വരുന്നത്? നമ്മൾ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും, ഒറിജിനൽ കോസ്റ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ വർഷം എന്തായിരിക്കും ഡിപ്രീസിയേഷൻ വരുന്നത്? 2 lakh into 10/100 എന്നുള്ളതായിരിക്കും വരുന്നത്. അപ്പോൾ പിന്നെയും നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, എല്ലാ വർഷവും സെയിം ആണ്. രണ്ടാമത്തെ വർഷം നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ റീസൺ എന്താണ്? ആദ്യത്തെ വർഷം 6 മാസം മാത്രമേ ഉപയോഗിച്ചുള്ളൂ, അതുകൊണ്ട് നമുക്ക് 6 മാസം മാത്രം വേണമായിരുന്നു. ഓക്കെ, പക്ഷെ പിന്നെ ഇനിയിപ്പം എത്ര വർഷങ്ങൾ വന്നാലും ഇപ്പോൾ 1 April 2015 to 31 March 2017, അതേപോലെ 1 April 2017 to 31 March 2016, ഇങ്ങനെ 2018 ഇങ്ങനെ പോയാലും എന്തായിരിക്കും വരുന്നത്? എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ സെയിം ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ആണെങ്കിലും ഡിപ്രീസിയേഷൻ എന്തായിരിക്കും വരുന്നത്? നമ്മൾ നേരത്തെ എടുത്ത സെയിം തന്നെ 20,000 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ വരുന്നത് 1,50,000 ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ നമ്മൾ 10,000 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് എഴുതി തരാം. 10,000 മാത്രമേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, കാരണം എന്താണ്? 6 മാസം മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. 6 മാസം മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളെങ്കിൽ നമുക്ക് എന്താണ്? അത് 6 മാസം മാത്രം ഡിപ്രീസിയേഷനാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാ വർഷവും സെയിം ആയിരിക്കും, പക്ഷെ 6 മാസം ഇതിപ്പോൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം അവസ്ഥയായിരിക്കും വരുന്നത്. എന്താണ്? നമ്മൾ വിൽക്കുമ്പോഴും 6 മാസം ഉപയോഗിച്ചിട്ട് നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തേ എടുക്കാൻ പറ്റത്തുള്ളൂ? ഡിപ്രീസിയേഷൻ 10,000 മാത്രമേ എടുക്കാൻ പറ്റൂ. 6 മാസമാണ്, 3 മാസമാണെങ്കിൽ അങ്ങനെ ഡിപ്പെൻസ് അപ്പോൾ എത്ര മാസമാണോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, അപ്പം ആ ഒരു ഡിപ്രീസിയേഷൻ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ.